ഓണാവധിക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികളടക്കമുള്ളവർക്ക് ടിക്കറ്റ് നിരക്ക് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ടിക്കറ്റ് നിരക്ക് ഉയരുന്നതിനോടൊപ്പം തന്നെ ടിക്കറ്റിൻ്റെ ലഭ്യതയിലും വലിയ രീതിയിലുള്ള കുറവ് അനുഭവപ്പെടുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് ഇരട്ടിയാകുന്ന സാഹചര്യമാണ് 30-ാം തീയതി അടക്കമുള്ള ദിവസങ്ങളിൽ, അതായത് ഓണം തുടങ്ങുന്നത് മുതൽ ഓണം അവസാനിക്കുന്നവരെ ആ കാലയളവിൽ ടിക്കറ്റ് നിരക്ക് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും മുംബൈ, ബംഗളൂരു, ഡൽഹി പോലുള്ള നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തോളം ടിക്കറ്റ് നിരക്ക് ഉയർന്നിരിക്കുന്നത്. അതേസമയം തന്നെ വിദേശത്തു നിന്ന് കേരളത്തിലേക്ക് എത്തുന്നവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുന്നുണ്ട്. പലയിടത്തും 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ടിക്കറ്റ് നിരക്കുള്ളത്. 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലുള്ള ടിക്കറ്റ് നിരക്ക് തന്നെ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഏതായാലും ദുബായിൽ നിന്നും വരെ കേരളത്തിലേക്ക് എത്താൻ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ഈ മറ്റ് രാജ്യങ്ങളിലേക്ക്, ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ഇത്തരത്തിൽ ടിക്കറ്റ് നിരക്ക് ഉയർന്നു നിൽക്കുകയാണ്. 1,00,000 രൂപ വരെ ടിക്കറ്റ് നിരക്കുള്ള സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവിടെ നിന്നും യാത്ര ചെയ്യുന്ന സാഹചര്യം വരെ പലയിടത്തും ഉണ്ടായിട്ടെന്നുള്ള വിവരമാണ് വരുന്നത്. ഏതായാലും ഡിമാൻഡ് കൂടുതൽ കേരളത്തിലും ബാംഗ്ലൂരിലുമൊക്കെ ഉള്ള ട്രെയിൻ യാത്രകളിലാണ്. ടിക്കറ്റ് ലഭ്യതയും വളരെ കുറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ്. ബസ്സിൽ സ്ലീപ്പർ ടിക്കറ്റ് തന്നെ വലിയ നിരക്കാണ് ഉയർന്നിരിക്കുന്നത്. അതായത് 2,500 രൂപ മുതൽ 3,000 രൂപ വരെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ടിക്കറ്റ് നിരക്കുണ്ട്. അത് സാധാരണഗതിയിൽ ഏകദേശം 2,000 രൂപ വരെയൊക്കെയാണ്. അത് വീണ്ടും ഉയർന്നിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള യാത്രയിലും ടിക്കറ്റ് നിരക്ക് കൂടിയിട്ടുണ്ട്. വാഹനങ്ങൾ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുമ്പോൾ പോലും ടിക്കറ്റ് നിരക്ക് അതിശക്തമായി ഉയരുകയാണ്. ഏതായാലും ഓണം കഴിയുന്നവരെ ഇത് തുടരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.